രഘുവേട്ടാ, ദേ ചായ. അമ്പളി പോയത് കാരണം നിനക്ക് ബുദ്ധിമുട്ടായല്ലേ? അയ്യോ, ഇതിലെന്ത് ബുദ്ധിമുട്ടാ രഘുവേട്ടാ? പത്രത്തിൽ നിന്നും സ്വർണ്ണക്കടത്തിന്റെ ന്യൂസ് ഉണ്ട്. അതിലെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി പൈസയൂല. അവൻ രക്ഷപ്പെട്ട മാഫിയ സംഘത്തിൽ നിന്ന് രഘുവേട്ടൻ ഊരാൻ പറ്റുമോ? അതോ രഘുവേട്ടന്റെ കുരുക്ക് കൂടുതൽ മുറുകോ? അതിലെന്ന് എസ് പിക്ക് കൊടുത്ത മൊഴി എനിക്കതിലൊരു പങ്കുമില്ലെന്ന്. ഇനി അവൻ ആ മൊഴി മാറ്റിയല്ല കുഴപ്പം. അങ്ങനെ അവൻ മൊഴി മാറ്റുന്നെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ? എല്ലാവരും അവനവന്റെ രക്ഷയല്ലേ ചീരു നോക്കൂ. അതിലിന്റെ ആരോഗ്യം അവനെ തിരിച്ചു കിട്ടിയ ഗോൾഡ് മാഫിയ അവന്റെ മേലെ പിടിമുറുക്കും. കാണാതായ 1 കിലോ സ്വർണത്തിന് അവൻ ഉത്തരം പറയേണ്ടി വരും. അതിന്ന് രക്ഷപ്പെടാൻ അവൻ എന്റെ പേര് പറഞ്ഞാലും പോരെ. ആരെന്തു പറഞ്ഞാലും രഘുവേട്ടൻ അതിലൊരു പങ്കുമില്ലെങ്കിൽ ഏത് ചോദ്യത്തെയും ഉറച്ചു നിന്ന് നേരിടാനുള്ള ഒരു ചങ്കൂറ്റം രഘുവേട്ടൻ ഉണ്ടാവേണ്ടതല്ലേ? ഈ ഗോൾഡ് മാഫിയയുടെ കരുത്തിനും പിന്നെ നെറ്റ്വർക്കിന്റെ മുമ്പിലൊന്നും ഒരു വ്യക്തിയുടെ ചങ്കൂറ്റത്തിന് വിലയില്ല ചീരു. പണ്ടത്തെ പോലെ ഒറ്റത്തടിയായിരുന്നെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. പക്ഷെ ഇപ്പൊ കുടുംബത്തിന്റെ സുരക്ഷ കൂടെ നോക്കണ്ടേ? ഇത്രയൊക്കെ ചിന്തിക്കുന്ന ആളാണ് രഘുവേട്ടനെങ്കിൽ എന്തിനാ രഘുവേട്ടൻ അത് ചെയ്ത്? എന്തിതെന്ന്? ഒന്നും ചെയ്തില്ലേ? ആ സ്വർണ്ണം എടുത്തത് രഘുവേട്ടനല്ലേ? ചിരു, നീ ഇതെന്തൊക്കെയാ ചിരു ഈ പറയുന്നേ? ഞാൻ സ്വർണ്ണം എടുത്തുന്നോ? എന്നെ കുറിച്ച് നീ അങ്ങനെയാണ് കരുതുന്നത്? ഞാനൊരു ഊഹം വെച്ച് പറയുന്നതല്ല രഘുവേട്ട. അന്ന് വണ്ടിയിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന 1 കിലോ ഗോൾഡ് എടുത്തത് രഘുവേട്ടനാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തുറപ്പ്? എന്തുറപ്പിന് പുറത്ത് നീ ഇതൊക്കെ പറയുന്ന ചിരു? ആ സ്വർണം കൊണ്ടുവന്ന് ഞാനിവിടെ ഒളിപ്പിക്കുന്നത് നീ കണ്ടോ? ഒളിച്ചു വെക്കുന്നത് കണ്ടില്ല. പക്ഷെ രഘുവേട്ടൻ ഒളിപ്പിച്ചു വെച്ച സ്വർണം ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. നിനക്കിത് എന്ത് പറ്റി ചീരു? വെറുതെ ഒരു ഭ്രാന്ത് വിളിച്ച് പറയല്ലേ. ഞാൻ കൊണ്ടുവച്ച സ്വർണം നിന്റെ കയ്യിലുണ്ടെന്നോ? ഉണ്ട് രഘുവേട്ട, എന്റെ കയ്യിൽ അതുണ്ട്. ഞാൻ വെറുതെ ഭ്രാന്ത് പുലമ്പുന്നതല്ല. അങ്ങനെ പറഞ്ഞ് രഘുവേട്ടൻ ഒഴിഞ്ഞു മാറാനും പറ്റില്ല. എങ്കിലതെവിടെ? ആ സ്വർണം നീ എനിക്ക് കാട്ടിത്ത. ബാക്കി സംസാരം പിന്നെ. എവിടെ? ഞാൻ എടുത്തുതരാം. രഘുവേട്ട, ഈശ്വര, നിനക്കത് എവിടെ നിന്ന് കിട്ടി ചീരു? അച്ഛന്റെ കട്ടിലിനടിയിലെ പഴയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ബോക്സിൽ കൊണ്ടിട്ട ആരും അറിയില്ലെന്ന് രഘുവേട്ടൻ കരുതിയല്ലേ? ചിരു, ഇല്ല ചിരു, സത്യമായും എടി സത്യമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. എടി, എന്റെ ലച്ചുമോളാണ് സത്യം. എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. അല്ല, നിന്റെ കയ്യിൽ ഇതെങ്ങനെ എത്തിയെന്ന് ഒന്ന് കൃത്യമായിട്ട് പറ. അച്ഛന്റെ ചാർജർ തിരയുന്നതിനിടയിൽ അതിലെ പൊടി കാരണം അച്ഛൻ അസ്വസ്ഥപ്പെടുന്ന കണ്ടപ്പോ ഞാനത് പുറത്തു കൊണ്ടുവച്ചു. പിന്നീട് അതിൽ ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടി തിരഞ്ഞു നോക്കിയപ്പോ
അമ്മാവന്റെ മുറി ഇത് കൊണ്ടുവച്ചത് അവളായിരിക്കും. അമ്പിളി. അമ്പിളി ചേച്ചിയോ? എന്താ അമ്പിളി, നീ പാതിരാത്രിക്ക് എഴുന്നേറ്റ് വന്ന് അമ്മാവന്റെ റൂമിൽ എന്തെടുക്കുക? അച്ഛനെ കുറിച്ച് അരുതാത്തൊരു സ്വപ്നം കണ്ടു. പിന്നെ ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ അച്ഛനോട് അകൽച്ച കാണിക്കുന്നതും മിണ്ടാതിരിക്കുന്നതും ഒക്കെ അച്ഛന് വലിയ സങ്കടമാണെന്നൊക്കെ എനിക്ക് അറിയാം. അതൊക്കെ ഓർത്തപ്പോ എനിക്ക് അച്ഛനെ കാണണമെന്ന് തോന്നി. അമ്പിളി ചേച്ചിക്ക് ഇത് എവിടെ നിന്നായിരിക്കും രഘുവേട്ട കിട്ടിയേ? അത് അവൾക്കെ അറിയിച്ചു തരും.